സുഭാഷിതം ചാനലിൽ കേരള കോൺഗ്രസിൻ്റെ സാധ്യതകളും ജോസ് കെ മാണി, പി ജെ ജോസഫ്, അനൂപ് ജേക്കബ് അങ്ങനെ അവരുടെ സാധ്യതകളെക്കുറിച്ച്, മധ്യ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ ചലനങ്ങളെക്കുറിച്ചും തുടർ ചലനങ്ങളെക്കുറിച്ചും പിന്നെ ഉരുൾപൊട്ടലുകളെക്കുറിച്ചും ഭൂകമ്പങ്ങളെക്കുറിച്ചൊക്കെ നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്തു. അങ്ങനെ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് നേരെ നമ്മളിനി പോകുന്നത് മലബാറിലേക്കാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ലീഗുമായി ബന്ധപ്പെട്ട നിരവധി കാര്യം. മലബാറിലെ വളരെ ശക്തമായ പാർട്ടി ലീഗാണ്, മുസ്ലിം ലീഗാണ്. അപ്പോൾ ലീഗുമായി ബന്ധപ്പെട്ട വീഡിയോസിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ തെക്കൻ കേരളത്തിലേക്ക് വരും. തെക്കൻ കേരളത്തിൽ വരുമ്പോൾ പല പാർട്ടികളുമുണ്ട്. തെക്കൻ കേരളത്തിലേക്ക് വരാം. എന്നിട്ട് ഇടതുപക്ഷം ഓരോ പാർട്ടികൾ രാഷ്ട്രീയ വിശകലനമാണല്ലോ. എന്തായാലും ലീഗിൻ്റെ ഒരു സൂക്ഷ്മതലത്തിൽ ലീഗിനെ നിരീക്ഷിക്കുമ്പോൾ ലീഗ് വീണ്ടും ഒരു വളരെ സ്ട്രാറ്റജിക്കൽ മൂവ്മെൻറ്റ്, സർജിക്കൽ സ്ട്രൈക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എടുത്തിരിക്കുന്ന സർജിക്കൽ സ്ട്രൈക്ക്, ഞങ്ങളിനി ബനാത്ത് വാലയെ പോലുള്ള ആളുകളെ ബോംബെയിൽ നിന്ന് ഇറക്കി ഇവിടെ കൊണ്ടുവന്ന് മലയാളം പോലും ഒരു വാക്ക് പോലും മലയാളത്തിൽ പറയാൻ അറിയാത്ത, മുണ്ടുടുക്കാത്ത, പാൻറ് മാത്രം ഇടുന്ന, അല്ലെങ്കിൽ അങ്ങനെ കോട്ടും സൂട്ടും ഒക്കെ ഇടുന്ന ബനാത്ത് വാലയെ പോലുള്ള ഒരു ആളിനെ കൊണ്ട് നിർത്തി ഞങ്ങളിത് ജയിപ്പിക്കുന്ന പ്രശ്നമില്ല. അതാത് മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചും അതാത് മണ്ഡലങ്ങളിൽ കഴിവ് തെളിയിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളെ ആയിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ്. ഇനി ആർക്കെങ്കിലും വേറൊരു മണ്ഡലം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ അങ്ങോട്ട് വണ്ടി കയറിക്കൊള്ളുക. അവിടെ ചെന്ന് അടുത്തൊരു 8-9 മാസം അവിടെ പ്രവർത്തിക്കുക. എന്തായാലും പ്രാദേശിക പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ മണ്ഡലങ്ങളിൽ നിന്ന് കെട്ടിയിറങ്ങിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും പാണക്കാട് തങ്ങളുടെ വീട്ടിൽ ഇനി വണ്ടിയും കൊണ്ടുവരണ്ട, അവിടെ കാറിൻ്റെ ക്യൂ കൂട്ടണ്ട, അവിടെ ട്രാഫിക് ജാം ഉണ്ടാക്കണ്ട. നിങ്ങൾ നേരെ ഫീൽഡിൽ പൊക്കോളൂ. നിലവിലുള്ള ആളുകൾ, ഫീൽഡിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, കേപ്പബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ള കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ കൊടുക്കും ഫസ്റ്റ് പ്രിഫറൻസ്. അല്ല, ഏതെങ്കിലും ആളുകൾക്ക് മണ്ഡലം മാറണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ വണ്ടി വിട്ടോളൂ, കാർ അങ്ങോട്ടേക്ക് വിട്ടോളൂ. അവിടെ പോയി പ്രവർത്തിച്ച് പ്രവർത്തകരുമായ ഒരു ആത്മബന്ധമുണ്ടാക്കി അവിടുത്തെ ആളായി മാറൂ എന്നുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് ലീഗ് ഏറ്റെടുത്തിട്ടുണ്ട്. കെട്ടിയിറക്കൽ, നൂലിൽ കെട്ടൽ നിർത്തി, കെട്ടിയിറക്കുന്ന പരിപാടി നിർത്തി. അതില്ല ലീഗിൽ എന്ന് പറയുന്ന വളരെ നയപരമായ ഒരു പോളിസി മാറ്റർ കൂടി എടുത്തിരിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പോളിസി മാറ്ററാണത്. ഒരു പോളിസി മാറ്റർ എടുത്തിരിക്കുകയാണ് ലീഗ്. അതൊരു വലിയ തുടർ ചലനങ്ങൾ തന്നെ ലീഗിനകത്തുണ്ടാക്കും. പിന്നെ വനിതകൾക്ക് സാധ്യതയുണ്ട് കൂടുതൽ കൊടുക്കാൻ, എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ദളിതർക്കും കൊടുക്കാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ദളിത് വനിതാ വിഭാഗത്തിലെ ആളുകൾക്കും ചിലപ്പോൾ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആർക്കെങ്കിലും സീറ്റ് കൊടുത്താലും അത്ഭുതമില്ല. അതുപോലെ തന്നെ ഞാനീ പറഞ്ഞ കെട്ടിയിറക്കൽ പരിപാടിയില്ല. നൂലിൽ ആരും വിമാനം വഴി ഇറങ്ങാമെന്ന് വിചാരിക്കേണ്ട. നിങ്ങളാരും ഒരു മോഹവസ്തുക്കളും കൊണ്ട് തങ്ങളുടെ വീട്ടിലേക്കൊന്നും വണ്ടി കയറണ്ട. നിങ്ങൾ നേരെ അമൃത എക്സ്പ്രസ് പിടിച്ചോ, അല്ലെങ്കിൽ വന്ദേ ഭാരതിൽ കയറിയോ, അല്ലെങ്കിൽ സ്വന്തം കാർ ഉപയോഗിച്ചോ. നിങ്ങൾ മലബാറിലേക്ക് മലപ്പുറത്തേക്ക് ആരും വരണ്ട, മലബാറിലേക്ക് അങ്ങ് പൊക്കോളൂ. വയനാടുണ്ട്, കണ്ണൂരുണ്ട്, കാസർഗോഡുണ്ട്, കോഴിക്കോടുണ്ട്, മലപ്പുറമുണ്ട്. പിന്നെ തൃശ്ശൂരിന് താഴോട്ടില്ല. പിന്നെ ഇരവിപുരം, കൊല്ലം ഇരവിപുരം ഒക്കെയാണ് പിന്നെ വരുന്നൊരു സ്ഥലം. ധാരാളം സാധ്യതകളുണ്ട്. നിങ്ങൾ അങ്ങോട്ടേക്കൊക്കെ വച്ച് പിടിച്ചോളൂ. ഇപ്പം തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചോളൂ. ഒരു കാരണവശാലും മലപ്പുറത്ത് കറങ്ങണ്ട. കുഞ്ഞാലിക്കുട്ടിയുടെയും തങ്ങളുടെയും മുനീർ സാഹിബിൻ്റെയൊക്കെ ചുറ്റും കിടന്ന് ഓർബിറ്റ് പോലെ കറങ്ങി സീറ്റ് പിടിക്കാമെന്നിപ്പോൾ ആരും കരുതണ്ട. വെച്ച് പിടിച്ചോളിൻ അതാത് മണ്ഡലങ്ങളിലേക്ക്.